വെൽക്കം ബാക്ക് ടു ഇഹാ ഡിസൈൻസ്. ഇഹായുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിലുള്ള ഒരു ഇൻഡോ വെസ്റ്റേൺ എ ലൈൻ ടോപ്പ് കളക്ഷൻ ആണ് കാണിക്കുന്നത്. ഇൻഡോ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ജീൻസിന്റെ കൂടെയും ഡെനിമിന്റെ കൂടെയും പലാസോന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ഓൺലി കൺസെപ്റ്റ് ആണ്. അതായത് ഒരു വി ഷേപ്ഡ് നെക്ക് വന്നിട്ട് ചുമ്മാ നോർമൽ ഒരു വി ഷേപ്ഡ് നെക്ക് വിത്ത് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ്സ്. ഈ ഒരു ഹിപ്പിന്റെ പോർഷൻ വരെ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ വേസ്റ്റ് ലെവലിന്റെ അവിടെ നിന്ന് ഫുള്ളി ഓപ്പൺ ആണ്. നമ്മൾക്ക് ഇത് ഇവിടെ വരെ ടക്കിങ് ചെയ്യണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ വരെ ക്ലോസ് ചെയ്ത് ഇത് വെയർ ചെയ്യണമെങ്കിൽ ഇവിടെ വരെ നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ലൈൻസ് ഇട്ടാൽ മാത്രം മതി. അതല്ല ഇപ്പോഴത്തെ ആ ഒരു സ്റ്റൈലിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു ജീൻസിന്റെ കൂടാണ് ഇത് പെയർ ചെയ്തത്. സോ നമ്മളൊരു എന്താ പറയുക പക്ക ഒരു ഇൻഡോ വെസ്റ്റേൺ ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു എലാൻഡ് ടോപ്പ്. ഈ ഹിപ്പ് ലെവലിന്റെ അവിടെ മാത്രമേ ലൈനിങ് ഉള്ളൂ, താഴേക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ജീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി. അതേപോലെ തന്നെ പറയാനാണെങ്കിൽ പിന്നെ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു പലാസോ, പ്രിന്റഡ് പലാസോ ഉണ്ടെങ്കിൽ പലാസോ ഓൾസോ ഇതിനകത്തുകൂടെ പെയർ ചെയ്യുന്നത് നല്ല സ്റ്റൈലായിരിക്കും. കാരണം പ്രിന്റഡ് പലാസോ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ജീൻസ് വേണമെങ്കിൽ ഇടാം. വയർ കാണാത്ത രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടക്കിങ് ചെയ്താൽ മതിയാവും. പക്ഷെ ആക്ച്വലി ഇത്തിരി വയർ കാണുന്ന രീതിയിലാണ്. പിന്നെ ഞാൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ള ആളായതുകൊണ്ടാണ് എനിക്ക് വയർ കാണുന്നത്. മീഡിയം ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ വേസ്റ്റ് ലെവലിൻ്റെ അവിടെ വെച്ചിട്ട് കറക്റ്റ് ഒരു 14-15 ലെങ്ത്തോളം യോക്കിൻ്റെ അവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. 999 റേഞ്ച്, നല്ല ഭംഗിയുള്ളൊരു കോൺസെപ്റ്റ്. കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ അടിപൊളിയാണ്. ഹിപ്പൊക്കെ കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും, നല്ലൊരു ജീൻസ് വെയർ ചെയ്ത ലുക്ക് കിട്ടുകയും ചെയ്യും. ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്. ബ്ലാക്ക് ഞാനൊരു പലാസോന്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മെറൂൺ ഞാൻ ജീൻസിന്റെ കൂടെ ഇട്ട് കാണിച്ചു, ബ്ലാക്ക് വന്നിട്ട് പലാസോന്റെ കൂടെ ഇട്ട് കാണിച്ചു. സോ പ്രിന്റഡ് പലാസോ ആൻഡ് ജീൻസ് ഡെനിം ജെഗിങ് എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈവൻ ഒരു സ്കേർട്ട് ആണെങ്കിലും സ്കേർട്ടിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. പ്രൈസ് വരുന്നത് 999, റെഡി ഫോർ ഡെസ്പാച്ച്. അറൗണ്ട് ഒരു വീക്കിനകത്ത് ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. അത് വരുന്നത് ലാവൻഡർ ടോൺ ആണ്. ലാവൻഡറിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും തോന്നുന്നു. ഒരു ഹൈലോ പോലത്തെ എ ലൈൻ ടോപ്പാണ്. വേസ്റ്റ് ലൈനിന്റെ അവിടെ നിന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സെന്റർ സ്ലിറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ലിറ്റ് നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ വരെ ടക്കിങ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പല രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്യാം. 999 റേഞ്ച്, റെഡി ഫോർ ഡെസ്പാച്ച്. നെക്സ്റ്റ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ടോൺ. നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ടോൺ. ഇപ്പം ഇതിനൊരു റെഡ് കളർ പ്രിന്റഡ് പലാസോ, കലംകാരി പലാസോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും. 999 റേഞ്ച് ആണ്. ഈ ഹെഡ് ഇൻ ഹൗസ് ആണ്, റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. അടുത്തത് വരുന്നത് നല്ല രസമുള്ളൊരു ഡസ്റ്റി ബ്ലൂ ടോൺ. അധികം നമ്മുടെ കയ്യിലൊന്നും അധികം ഇല്ലാത്തൊരു റെയർ കളറാണ് ഈ ഒരു ബ്ലൂ. ഒരു വെരി സ്പെഷ്യൽ ഡസ്റ്റി ബ്ലൂ കളർ. ഹൈലോ ടൈപ്പ് ആയിട്ടാണ് ഇതിന്റെ ടോപ്പ് ചെയ്തേക്കുന്നത്. താഴേക്ക് ട്രാൻസ്പെറന്റ് ആണ്. സോ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബോട്ടം വെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന വിധത്തിലാണ് ഈ ടോപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ലൊരു ഡിസൈനർ ആയിട്ടാണ് 999 റേഞ്ചിൽ. അടുത്തത് പീച്ച്, ഓറഞ്ചിഷ് പീച്ച് ടോപ്പ്. ഇത്രയും ഷെയ്ഡുകളാണ് ഈ ഒരു വെരി സ്പെഷ്യൽ സീരീസിൽ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. റെഡി ഫോർ ഡെസ്പാച്ച്. ട്രൈ ചെയ്ത് നോക്കുക.